ാണ് ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷനായി സഞ്ജയ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. മുൻ അധ്യക്ഷനും ബിജെപി എംപിയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ പിന്തുണയുള്ളയാളാണ് സഞ്ജയ് കുമാർ. കഴിഞ്ഞ മെയിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത്. ബ്രിജ്ഭൂഷണെതിരെ പീഡന പരാതി ഉന്നയിച്ച് ഗുസ്തി താരങ്ങൾ ഡൽഹിയിൽ പ്രതിഷേധിച്ചത് ഫെഡറേഷനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇപ്പോൾ ഈ ബ്രിജ്ഭൂഷന്റെ അടുത്തയാൾ തന്നെ ഇങ്ങനെ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അന്ന് ഗുസ്തി താരങ്ങൾക്കുണ്ടായ പരാതികൾ, പ്രതിഷേധങ്ങൾ അതൊന്നും കാര്യമാക്കുന്നില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? സ്മിത, ഈ ഗുസ്തി താരങ്ങളുടെ ആരോപണത്തെ തുടർന്നാണ് ബ്രിജ്ഭൂഷൺ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നെങ്കിലും അതിൽ പല കാലതാമസങ്ങൾ നേരിട്ടു. ഒടുവിൽ ഈ ഗുസ്തി ഫെഡറേഷനെ പിരിച്ചുവിടുന്ന നടപടി സ്വീകരിക്കുമെന്ന് ലോക ഗുസ്തി ഫെഡറേഷന്റെ ഒരു അറിയിപ്പ് കൂടി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ അടിയന്തരമായി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഡേറ്റിലേക്ക് കടക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ബ്രിജ്ഭൂഷന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായിരുന്ന സഞ്ജയ് കുമാറാണ് വിജയിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റ് അംഗങ്ങളായിട്ട് ഇതിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രധാനമായും നടന്നത് പ്രസിഡന്റ് സ്ഥാനം ഒഴികെയുള്ള സീനിയർ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ തന്നെ സീനിയർ വൈസ് പ്രസിഡന്റ്, ട്രഷറർ, സെക്രട്ടറി ജനറൽ, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിങ്ങനെ 15 സ്ഥാനങ്ങളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഇതിൽ ഈ ഗുസ്തി താരങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ബ്രിജ്ഭൂഷന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിക്ക് പകരമായി മത്സരിച്ചത്, എതിരായി മത്സരിച്ചത് മുൻ ഗുസ്തി താരം അനിത ഷിയോറയാണ്. അവരിപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് 4 മണിക്ക് ഗുസ്തി താരങ്ങൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവരുടെ കൂടുതൽ തീരുമാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളും ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.